അടിയന്തരാവസ്ഥയെക്കുറിച്ച് മുന്നേറ്റം എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. രാംലീല മൈതാനം JP-യുടെ ശബ്ദം എങ്ങനെയാണ് രാത്രി ഡൽഹിയിൽ ഉറക്കം വരാത്ത ഉഷ്ണിച്ച രാത്രിയിലിരുന്ന് കേട്ടത് എന്ന് വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് മുന്നേറ്റം. ആ ശബ്ദത്തിൻ്റെ ആകർഷണത്തിൽ രാംലീല മൈതാനത്തേക്ക് പോയെന്നും പോലീസുകാരെയും പട്ടാളത്തെയും ഭയന്ന് തിരിച്ചു പോന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കെതിരെ ഭയം കൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സത്യസന്ധമായിട്ട് മൂന്നേട്ടം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അന്ന് പോലീസിൻ്റെ തല്ലുകൊള്ളാത്തത് കൊണ്ടാണ് പിന്നീട് ഡൽഹി ഗാഥ എഴുതാൻ കഴിഞ്ഞത് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഡൽഹി ഗാഥയിൽ തന്നെ സഹദേവൻ അത് പറയുന്നുണ്ട്. എല്ലാവരും പോയി തല്ലുകൊണ്ടിരുന്നെങ്കിൽ അവരുടെ കഥ ആരും എഴുതുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥയിൽ വേറൊരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്, ഞാൻ ഓർക്കുകയാണ്. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുർക്ക്മാൻ ഗേറ്റിലെ മുസ്ലിങ്ങളുടെ ചേരികൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയതിനെക്കുറിച്ച്, അതിൽ ഈ ഭയം കൊണ്ട് പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിലും അടക്കിപ്പിടിച്ച രോഷവുമായിട്ട് ജീവിച്ചതിനെക്കുറിച്ച് മുന്തേട്ടൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് ബുൾഡോസർ ഒരു പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട്. ഡൽഹിയിൽ നമ്മൾ വീണ്ടും ഉരുണ്ടുവരുന്ന ബുൾഡോസറുകൾ നിത്യവും എന്നതുപോലെ കാണുകയാണ്. ഉത്തരേന്ത്യയിലാകെ നമ്മളത് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി അറിയപ്പെടുന്നത് തന്നെ ബുൾഡോസർ ബാബ എന്ന പേരിലാണ്. UP-യിലെ മുഖ്യമന്ത്രിയുടെ വിളിപ്പേര് അതൊരു അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത്. ബുൾഡോസർ ബാബ. വിചാരണയില്ല, മറ്റ് നിയമ നടപടികളൊന്നുമില്ല, നേരെ ബുൾഡോസറുകൾ ഉരുണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ ഈ ബുൾഡോസറുകൾ അടിയന്തരാവസ്ഥക്കാലത്ത് തുർക്ക്മാൻ ഗേറ്റിൽ ഉരുണ്ട ആ ബുൾഡോസറുകൾ അതിനേക്കാൾ വലിയ ഭീമാകാരമായിട്ടുള്ള രൂപമാർജിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും നേരെ ഉരുണ്ടുവരുന്നത് നമുക്ക് ആകുലതയോടെയല്ലേ കാണാൻ പറ്റുക? അല്ല, നമ്മുടെ മനസ്സിലൊക്കെയുള്ള ബുൾഡോസർ പിന്നെ റോഡുകൾ പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് യാത്ര ചെയ്യാൻ, സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ള റോഡുകൾ പണിയുന്ന അതിനെ സഹായിക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ ഈ ബുൾഡോസർ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി, പിന്നെ മനുഷ്യരുടെ ആവാസ സ്ഥലങ്ങൾ, മനുഷ്യനെ തന്നെ നശിപ്പിക്കാനുള്ള ഒന്നായിട്ട് മാറുന്നത് ഞാനത് കണ്ടത് ഈ തുർക്ക്മാൻ ഗേറ്റിലെ സംഭവമാണ്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു അത്. അപ്പോൾ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ തുർക്ക്മാൻ ഗേറ്റ്. ജുമാ മസ്ജിദിൻ്റെ പരിസരത്തിൽ പിന്നെ പട്ടിണി പാവങ്ങൾക്കടുത്ത് താമസിക്കുന്ന സ്ഥലമാണ്. അതിലെ കൂടിയാണ് ഈ ബുൾഡോസർ ഉരുട്ടി ഇതൊക്കെ ഇടിച്ച് തകർത്തു. സ്ത്രീകളും കുഞ്ഞുങ്ങളും ബുൾഡോസറിൻ്റെ അടിയിൽ കിടന്നു മരിച്ചു. അതിന് കണക്കില്ലെന്നൊന്നും. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ആരാണ് അവിടെ പോയിട്ട് കണക്ക് എത്ര ആളുകൾ മരിച്ചു എന്നുള്ളത് കണക്കെടുക്കാൻ പോയ ആളുകൾ അപ്രത്യക്ഷരാകും. സംബന്ധമില്ല, കണക്കെടുക്കാൻ അതുപോലും അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കാണാതായ ആളുകളെ കുറിച്ച് അന്വേഷിക്കാൻ ആരും ചെല്ലുമായിരുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം പോയാൽ അപ്രത്യക്ഷവും. ഡൽഹി ഗാഥയിലാണെന്ന് തോന്നുന്നു. ഡൽഹി ഗാഥയിലുണ്ട്. അല്ല, അതിൻ്റെ ഡൽഹി ഗാഥയിൽ ഭീകരത അന്ന് പിന്നെ ഈ പുരുഷ വന്യീകരണം, സ്റ്റെറിലൈസേഷൻ്റെ ഇതുണ്ടല്ലോ. സഞ്ജയ് ഗാന്ധി എത്രയോ പേരെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യുന്നു. അത് ഡൽഹി ഗാഥയിലുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ നമ്മൾ ഈ ബുൾഡോസറിൽ നശിപ്പിക്കുന്ന ഇപ്പം ഡൽഹി ഗാഥകൾ ശരിക്കും അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയാണ്, ഒരു ഡോക്യുമെൻ്ററി ഫിലിം പോലെയാണ്. എനിക്ക് ഇപ്പം അടിയന്തരാവസ്ഥ കാലത്തിൽ അതിനെതിരായിട്ട് എനിക്ക് പിന്നെ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല. ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭയം കൊണ്ടാണ്. നമ്മൾ ഇവിടെ പോലെയല്ല ഡൽഹി. ഇവിടെ നമ്മൾ ഒരാളെ പിടിച്ച് കൊണ്ടുപോയാൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റും, അല്ല എവിടെയേ ഉള്ളൂ. ഡൽഹി പോലുള്ളൊരു സ്ഥലത്ത് ഒരാളെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ, കൊന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല അയാൾ എവിടെ പോയി, എന്തു സംഭവിച്ചെന്ന് അന്വേഷിക്കാൻ ഒരു വഴിയുമില്ല. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. പലരും അവിടെ അപ്രത്യക്ഷരായിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു കോളേജ് അധ്യാപകൻ അപ്രത്യക്ഷനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ലാജ്പത് നഗറിൽ താമസിക്കുന്നത്. അയാളെ പിന്നെ ആരും കണ്ടിട്ടില്ല. അയാളെ പിടിച്ചു കൊണ്ടുപോയി എന്നും പറയുന്നില്ല, ഒരു ദിവസം അയാളെ കാണുന്നില്ല. കേരളത്തിലും രാജൻ അപ്രത്യക്ഷനായി. പക്ഷെ അതുപോലും എന്തുമാത്രം ചലനം ഉണ്ടാക്കിയത് അല്ലേ? രാജൻ അപ്രത്യക്ഷമായിരുന്ന ഒരു സമൂഹം മുഴുവൻ ഉണർന്നു. അതിനെക്കുറിച്ച് കഥകളുണ്ടായി, സിനിമയായി. പക്ഷെ അങ്ങനെയുള്ള നൂറുകണക്കിന് രാജന്മാരാണ് ഡൽഹിയിൽ അപ്രത്യക്ഷമായി പോയത്. അവരെ പറ്റി കഥ എഴുതാൻ ആളില്ല, അവരെ പറ്റി സിനിമ എടുക്കാൻ ആളില്ല, അവരുടെ പേരുകൾ പോലും ഓർക്കുന്നില്ല. കാരണം ഇതൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു മഹാനഗരത്തിൽ എന്നെ പോലെയുള്ള ഒരു ദുർബലനായിട്ട് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ തുറന്നു പറയുന്നുണ്ട്.
അപ്പം ചിലരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എഴുത്തുകാർ ധീരരായിരിക്കണമെന്ന്. അത് പറയാൻ എളുപ്പമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ധീരത കാണിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു കേട്ടോ. ഡൽഹി ഗാഥകൾ ഡൽഹി കഥകൾ എഴുതില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊന്ന് ദുർബലരായിട്ടുള്ള എഴുത്തുകാർ സമൂഹത്തിന് ആവശ്യമാണ്. കാരണം അവർക്കാണ് എഴുതാൻ കഴിയുക. ഒ വി വിജയനും ഭയമുണ്ടായിരുന്നു എന്ന് വിജയൻ എഴുതി. ഭയങ്കരമായിട്ട് ഭയമുള്ള ആളാണ്. ധർമ്മപുരാണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. ഒ വി വിജയൻ പിന്നെ അടിയന്തരാവസ്ഥ മാത്രമല്ല എട്ടുകാലിയെ ഭയമായിരുന്നു. എനിക്ക് തോന്നിയത് ഈ ഭയവും ഈ സർഗാത്മകതയും തമ്മിലൊരു ബന്ധമുണ്ടെന്നാണ്. ഒരു എഴുത്തുകാരന് ഭയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് സർഗാത്മകതയെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ അങ്ങനെ എനിക്കൊരു ഒരു എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പല എഴുത്തുകാരും ഇങ്ങനെ ദുർബലരായിരുന്നു, ഭയപ്പെടുന്നവരായിരുന്നു. അവരാണ് പിന്നെ വളരെയധികം സർഗാത്മകമായിട്ടുള്ള രചനകൾ സൃഷ്ടിച്ചത്. ധീരന്മാർ ഇല്ല എന്ന് പറയുന്നില്ല. ധീരന്മാർ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. വെല്ലുവിളിക്കുന്ന ഇപ്പോഴത്തെ വ്യവസ്ഥിതിയെ തുറന്നു കഴിഞ്ഞാൽ മോദിയെ പോലും വെല്ലുവിളിക്കുന്ന എഴുത്തുകാരുണ്ട്. കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഒരു ആസ് എ ജനറൽ റൂൾ നമ്മൾ പറയുന്ന പോലെ നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ വലിയ വലിയ രചനകൾ എഴുതിയ ആളുകൾ ദുർബലരായിരുന്നു. ഇപ്പം ഡോസ്റ്റോവസ്കിയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആളുകൾ അവർ വളരെ ദുർബലരായിരുന്നു. ബൽസാക്കൊക്കെ അങ്ങേറ്റം ദുർബലനായിട്ടുള്ള മനുഷ്യനായിരുന്നു. പിന്നെ അങ്ങനെ പലരും ഉണ്ട്. ഞാൻ കുറച്ചു കാലം മുമ്പ് ആ ഒരു വിഷയത്തിൽ താല്പര്യം തോന്നിയിട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പം നമ്മൾ ഈ ലോക സാഹിത്യത്തിൽ ഒരുപാട് എഴുത്തുകാർ ദുർബലന്മാരായിരുന്നു, ഭയപ്പെടുന്നവരായിരുന്നു. ഇപ്പം അങ്ങനെ മാർസൽ പ്രൂസ്റ്റ് ഇങ്ങനെയുള്ള ഇവരെല്ലാം ഉണ്ടല്ലോ, പിന്നെ ഭയം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം എനിക്ക് തോന്നുന്നത് ഭയം ഒരു അനുഗ്രഹമാണ്. അവർ ഭയം കൊണ്ട് അവർ പിന്നെ സമരമുഖത്തേക്ക് ഇറങ്ങിയില്ല, അവർ മരിച്ചില്ല, രക്തസാക്ഷിയില്ല. പക്ഷെ അവരെ കൊണ്ട് സമൂഹത്തിന് ഉപയോഗമുണ്ടായി. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പിന്നീട് അവർക്ക് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലത്തെ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ്.